ഹലോ, സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്വന്തം പാർവതി. നമ്മൾ സാധാരണ സിനിമകളെക്കുറിച്ചാണല്ലോ പറയാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണ്. അതും നമ്മുടെ പ്രിയപ്പെട്ട സയൻസ് ഫിക്ഷൻ സിനിമകളെ പോലും ഞെട്ടിക്കുന്ന ഒരു റിയൽ സയൻസ് ഫിക്ഷൻ കോൺസെപ്റ്റിലേക്ക്. യെസ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിനെ കുറിച്ചാണ്. പേരുകെട്ട് പേടിക്കണ്ട. സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും ഞാനത് നമ്മുടെ സ്വന്തം സ്റ്റൈലിൽ സിമ്പിളാക്കി തരാം. ഐൻസ്റ്റീൻ പോലും ഇതിനെ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ സംഭവം എത്രത്തോളം കൂളാണെന്ന് ഊഹിക്കണമല്ലോ അല്ലേ? എന്താണ് ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു തരം അദൃശ്യമായ കണക്ഷനാണ്. രണ്ട് കുഞ്ഞു കുഞ്ഞു ക്വാണ്ടം പാർട്ടിക്കിൾസ്, അതായത് ആറ്റംസിനേക്കാൾ ചേർത്ത് അവർ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു മാജിക്. അവർ എത്ര ദൂരെയാണെങ്കിലും ഒരാളുടെ അവസ്ഥയിൽ മാറ്റം വന്നാൽ അത് മറ്റേയാളെയും അതേ നിമിഷം തന്നെ ബാധിക്കും. ഫുൾ മാജിക്, റൈറ്റ്? ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിൽ 2 കോയിൻസ് ഉണ്ടെന്ന് കരുതുക. ഈ കോയിൻസ് നമ്മൾ ഒരുമിച്ച് ടോസ് ചെയ്യുന്നു. എന്നിട്ട് ഒന്നിനെ ഇവിടെയും മറ്റേതിനെ അങ്ങ് ചന്ദ്രനിലും വെക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഇവിടെയുള്ള കോയിൻ നോക്കിയാൽ മാത്രമേ അതിന്റെ ഹെഡ് ആണോ ടെയിലാണോ എന്ന് അറിയാൻ പറ്റൂ, അല്ലേ? പക്ഷേ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെയുള്ള കോയിൻ ഹെഡാണെന്ന് കണ്ടാൽ ആ നിമിഷം തന്നെ അങ്ങ് ചന്ദ്രനിലുള്ള കോയിൻ ടെയിലായിരിക്കും. നിങ്ങൾ അത് നോക്കിയില്ലെങ്കിൽ പോലും ദേ ആർ ലിറ്ററലി കണക്റ്റഡ്, നോ മാറ്റർ ദ ഡിസ്റ്റൻസ്. ചിന്തിച്ചു നോക്കൂ, ഇത് എത്രത്തോളം ഇൻക്രെഡിബിൾ ആണെന്ന്. ലൈറ്റ് സ്പീഡിനേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണിത്. അതാണ് ഐൻസ്റ്റീനെ പോലും ഞെട്ടിച്ചത്. കാരണം പ്രകാശത്തിന്റെ വേഗതയാണ് യൂണിവേഴ്സിലെ മാക്സിമം സ്പീഡ് എന്നാണല്ലോ പൊതുവെ പറയാറ്. പക്ഷേ ഇവിടെ ബൂം! ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് റിയൽ ലൈഫിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ഫ്യൂച്ചറിൽ നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനും ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും ഇതൊരു ഗെയിം ചേഞ്ചർ ആകും. ഇപ്പോൾ നമ്മൾ കാണുന്ന സിനിമകളിലെ ഫാന്റസികൾക്കപ്പുറം റിയൽ ലൈഫിൽ സയൻസ് ഫിക്ഷൻ സംഭവിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന ആശയം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ നിങ്ങളൊരു സയൻസ് ഫിക്ഷൻ സിനിമ കാണുമ്പോൾ ഓർക്കുക, യൂണിവേഴ്സിൽ ഈ എൻറ്റാങ്കിൾമെന്റ് പോലെ ഒരുപാട് മിസ്റ്ററീസ് ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ട്യൂൺ ഇൻ ചെയ്യുക. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം പാർവതി.